നമസ്കാരം, എല്ലാവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മണിപ്പുഴയിലാണ്. ഇവിടെ MC റോഡിൽ റോഡ് ടാർ ചെയ്തതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിലായി റോഡിന്റെ എഡ്ജിന്റെ ഭാഗത്ത് ഏകദേശം ഒരടിയോളം താഴ്ചയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് വിവിധ ബൈക്ക് യാത്രക്കാരടക്കം നിരവധി പേർ ഇവിടെ അപകടങ്ങളിൽ പെടുകയുണ്ടായി. എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ല അപകടം ഉണ്ടായിരുന്നു? ഓരോരുത്തർ ബൈക്ക് ഇങ്ങനെ വരുമ്പോ ഈ സൈഡ് കണ്ടില്ലേ, ഈ സൈഡ് ചേർന്ന് ബൈക്ക് വരുമ്പോൾ കാലിങ്ങോട്ട് കുത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് മറിഞ്ഞു പോകും. അങ്ങനെ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വീണിട്ടുണ്ട്. ഞങ്ങൾ വന്ന് അന്നേരം എടുത്ത് നേരെ തള്ളി വേണം ഇങ്ങോട്ട് കയറ്റി വിടാൻ വണ്ടി. ബൈക്കാണ് എന്നാ വേണം എന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടില്ല. വണ്ടി വരുമ്പോൾ കേട്ടോ ഈ സൈഡിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇത്രയും ആഴത്തിലൂടെ കാല് കുത്തുന്നത്. ഒരു 2 വീലറൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ഈ സൈഡ് മൊത്തം അങ്ങനെയാണ് ചെയ്തു പോയേക്കുന്നത്. ഭയങ്കര ഉയരമാണ്. ഇവിടെയൊക്കെ ഒരടിയോളം ഉണ്ട്. ചിലയിടത്ത് 3.5-8 ഇഞ്ചിലൊക്കെ പൊക്കമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയും കൊച്ചി ഇവിടെ വന്നിട്ട് ബസ് സൈഡും വഴി പോയതാ. അവരിന്നലെ ഒതുക്കിയിട്ട് കാല് കുത്തിയിട്ട് നേരെ ഇങ്ങോട്ട് മറിഞ്ഞു വീണു. കൊച്ചിന്റെ കയ്യിലെ തൊലിയൊക്കെ പോയി. പിന്നെ അവർക്ക് വേറെ ഒന്നും ആരോട് പറയാനായിട്ടാ, വണ്ടി തട്ടിയൊന്നുമല്ല, ഇവിടുന്ന് കാല് ഇങ്ങോട്ട് വീണതാ. അവരോട് ഞങ്ങൾ പരിഹാരമായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്യുക, അതേ ഉള്ളൂ നടക്കുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ? ഇപ്പൊ ടാർ ചെയ്ത് പോയില്ല, അല്ലെ അവർ ചെയ്തപ്പോൾ ലെവൽ ശരി ചെയ്യണമായിരുന്നു. ഇനിയിപ്പം മണ്ണടിച്ച് ലെവലാക്കുക. അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഒത്തിരി പൊങ്ങിപ്പം ഇതൊരു ഒരടി എടുത്തോളം ഉണ്ടെന്ന് തോന്നുന്നത് പൊക്കം. ഇതിപ്പോ ഈ വളവൂടല്ലേ, വളവാകുമ്പോൾ വണ്ടി ചേർന്ന ഇങ്ങോട്ട് വരുന്നത്. സൈഡിൽ എന്നിട്ട് വേറെ ബൈക്കുകാർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 2 സൈഡിൽ തിങ്ങുക. അത്രയും വീതി വണ്ടി വരുന്നല്ലേ. 2 വണ്ടി അവിടുന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വീതി കുറയും. അപ്പൊ മൊത്തത്തിൽ ഇവിടെ ഞെരുങ്ങും, ഇവിടെ ഇടയില്ലാതെ വരും. എന്നിട്ട് ബൈക്കുകാരാണെങ്കിൽ താഴോട്ട് പോകണം, കാറുകാർ അടിച്ചാലും ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വണ്ടി ഇറങ്ങി പാളിപ്പോയതാ. ഈ സൈഡും വഴിയല്ല ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ. ഒരു കാർ ഇറങ്ങിയാൽ അവിടെ തങ്ങി നിൽക്കുള്ളൂ, വീട് താഴോട്ട് വരത്തില്ല, എഞ്ചിലിടിച്ച് നിൽക്കുക. അവർ എന്തെങ്കിലും മണ്ണിട്ടാലേ ഇതിന് ഒരു ഇതാവുള്ളൂ. അല്ലെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് അങ്ങോട്ട് തല വല്ലതും വീണ് വല്ല വണ്ടിയും കയറി വല്ലവർക്കും വല്ലതും പറ്റിക്കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.